അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളോട് അല്ലെങ്കിൽ ഒരു 10 പേരോടായിക്കോട്ടെ പറഞ്ഞു കാണും അവര് വേണ്ട, ഇത് നന്നല്ല, എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തളർന്നു പോയി. പക്ഷെ ഞാൻ ചെയ്തിരുന്ന ഒരു കാര്യമുണ്ട്. അത് എന്തുകൊണ്ടാ പറഞ്ഞത്? അവരുടെ തെറ്റാണോ അല്ല എന്റെ മിസ്റ്റേക്ക് ആണോ? ഞാൻ പറഞ്ഞതിലുള്ള എല്ലാം വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് ഇത് ജോയിൻ ചെയ്യാത്തതെന്നുള്ള വന്നപ്പോൾ ഞാൻ ചെയ്ത മറ്റൊരു കാര്യമുണ്ട്. ഞാൻ അന്ന് അശ്വതി മാമിനെ വിളിച്ചിട്ട് മാം ഇതുപോലെ ഞാൻ പ്ലാൻ കൊടുത്തു. 3-4 പേരോട് ഈ പ്ലാൻ പോയി പറഞ്ഞ സമയത്ത് എനിക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് ഉണ്ടായത്. അപ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം, മാം എങ്ങനെയാണ് പ്ലാൻ കൊടുക്കുന്നത്? അപ്പൊ ഇന്നതുപോലെയാണെന്ന് പറഞ്ഞപ്പോ അല്ല, ഇതിന് ഇങ്ങനെയാണ് ഉത്തരം വരേണ്ടത്. അപ്പോ ഇവിടെ തിരുത്തപ്പെടണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം സത്യസന്ധമായിട്ട് ലീഡേഴ്സിനോട് പറയണം. ഒരിക്കലും ഞാൻ ബെറ്റർ ആണ് ചെയ്തെന്നുള്ള ഹൈഡ് ചെയ്തെങ്കിൽ ഒരിക്കലും ബിസിനസ്സിൽ ഡെവലപ്പ് ആവാൻ പറ്റില്ല. നമ്മളിവിടെ പറയുമ്പോഴും നമ്മളുടെ മുമ്പേ പറയേണ്ട കാര്യം ആദ്യം പറയേണ്ടത് പിന്നെ പറയാ, അങ്ങനെ മാറ്റി മറിച്ചും പറയുമ്പോൾ വരുന്ന ഒരു അബദ്ധത്തിലൊക്കെ നമുക്ക് സെയിൽ ഇല്ലാതെ പോകും. ചിലപ്പോ പ്രോസ്പെക്ട് കറക്റ്റ് ആകാതെ പോകും അല്ലെ? അപ്പൊ ഈ ബിസിനസ്സിൽ പലരും പറഞ്ഞു വരുന്ന ഒരു വാക്കുണ്ട്, ആളെ ചേർക്കണ്ടേ, ആളെ പിടിക്കണം. ഇന്ന് 2 പേരെ പിടിക്കണം. 2 പേരോട് പറഞ്ഞു. എനിക്ക് ആ വാക്ക് എന്നെ ഏറ്റവും ഹേർട്ട് ചെയ്യും. കാരണം എന്താണെന്നറിയോ? നമ്മുടെ കൈ കിട്ടിയിട്ടുള്ള ബിസിനസിന്റെ വലിപ്പം അറിയാത്തതുകൊണ്ടാണ് വേർഡ് യൂസ് ചെയ്യണത്. ഭംഗിയായിട്ട് ഈ ബിസിനസ്സിൽ അസോസിയേറ്റ് ചെയ്യാം. എനിക്ക് ഇടയ്ക്കൊക്കെ ഒരു കോൾ വരാറുണ്ട്, എടാ വീട് റെന്റിന് കിട്ടുമോ, ഒന്നുണ്ടെങ്കിൽ പറയണേ. അപ്പൊ നോക്കുമ്പോ അവർക്കാണോ അല്ല, അവരൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട്. ഇവിടെ നല്ല മെഡിക്കൽ ഇത് ഏതാ ഉള്ളത്, ഡെന്റിസ്റ്റ് ആരാ ഉള്ളത്, ഇങ്ങനെ പലപ്പോഴും നമ്മുടെ ഇടകളിൽ ചോദിച്ചു പോകാറുണ്ടല്ലേ. നമ്മൾ വ്യക്തമായിട്ട് അതിന്റെ റൂട്ട് മാപ്പ് അടക്കം കൊടുക്കാറുണ്ട്. അതിനൊന്നും നമുക്ക് ഒരു കുറവും മടിയോ ഒന്നുമില്ല. പക്ഷെ ഇവിടെ നമ്മുടെ കൈ കിട്ടിയ ഒരു സ്ഥാപനം ഏറ്റവും നല്ല രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ. അപ്പൊ ഞാൻ ആ പ്രൊഡക്റ്റിന്റെ പറയുമ്പോൾ എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസും കൂടെ പറയണം. ഈ ബിസിനസ്സിൽ ഞാൻ വരുമ്പോൾ 100 SBക്ക് പർച്ചേസ് ചെയ്തിട്ടാണ് വന്നത്. ആ വന്ന സമയത്ത് പ്രൊഡക്റ്റുകൾ എൻ്റെ വീട്ടിൽ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആദ്യം പറയുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ ഈ ബിസിനസ് 25 പോയിന്റിനാണ് ഞാൻ സംസാരിച്ചിരുന്നത്. പോയിന്റിനെ കുറിച്ച് പറയണമെന്ന് വിചാരിക്കണ്ട. പറഞ്ഞ് സംസാരിച്ച് നാളെ ഞാൻ ഐഡിയ അടിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൊരു കാര്യം തോന്നി. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പോയിന്റ് എടുത്ത ആളും 50 പോയിന്റ് എടുത്ത ആളും 100 പോയിന്റ് എടുത്ത ആളും വർക്ക് ചെയ്യണത് ഒന്നല്ലേ? അപ്പോ നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് അവിടെ നമ്മുടെ ബെനിഫിറ്റ്സുകളെ ഇല്ലാണ്ടാക്കുന്നത് എന്നൊക്കെ. അപ്പൊ ഞാൻ തമാശ രീതിയിൽ ഈ ബിസിനസ് എടുക്കാൻ ഒരിക്കലും തീരുമാനിച്ച് ഞാൻ വന്നിട്ടില്ല. ഏറ്റെടുത്ത അത് സത്യസന്ധമായിട്ട് ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പിൽ തന്നെയാണ് ഞാൻ ഇതിൽ കയറിയത്. അന്ന് ഞാനൊരു പൈസ ഏജ്ഡ് ഹസ്ബൻഡിന്റെ അടുത്ത് നിന്ന് അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിൽ വന്നത്. ഒരു നാണക്കേടുമില്ല. അപ്പൊ ഞാൻ ചിന്തിച്ച ഒരു വിഷമകരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ഈ എക്സ്ട്രാ തികയാത്തൊരു പൈസ എന്നെ കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്ത് ലൈഫാ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തോ ഒരു കൊട്ടാരം പോലെ കെട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഉള്ളത് എന്നെ റിയലൈസ് ചെയ്യിപ്പിച്ച ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. അന്ന് ഞാൻ വിചാരിച്ചു, ഇനി എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒരാളുടെ മുമ്പിലേക്കും കൈനീട്ടില്ല. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഏൺ ചെയ്ത് ഞാൻ സാധിക്കും എന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് ഫിജിക്കാട്ട് ഒരു ചങ്കുറപ്പുള്ള ഒരു തീരുമാനം എടുക്കാൻ വെച്ചു. ഇന്ന് വരയ്ക്ക് അതിന് ശേഷം എൻ്റെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഞാൻ ഹസ്ബൻഡിനെയോ മക്കളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാറില്ല. അങ്ങനെ എൻ്റെ യാത്രകൾക്കുള്ള പൈസകൾ മുഴുവൻ ഞാൻ ഫിജിക്കാട്ടിൽ നിന്ന് കിട്ടിയതിൽ തന്നെ എടുത്തു വെച്ചിന് ഒരു അക്കൗണ്ട്, സേവിങ് അക്കൗണ്ട് തുടങ്ങിയത്. നിന്ന് കിട്ടിയ പൈസ സേവിങ് എന്താണെന്നുള്ളത് ലീഡേഴ്സ് എനിക്ക് പഠിപ്പിച്ചു. നമ്മൾ പലപ്പോഴും ചെയ്തു പോകുന്ന കാര്യങ്ങളാണല്ലേ, കിട്ടിയ പൈസനെ അങ്ങനെ ചെലവാക്കും, ഒന്നും കിട്ടിയില്ല എന്ന് പറയും. പക്ഷെ തെളിവുകളോടുകൂടെ ആ പൈസകൾ ഇന്നതിനെ വ്യക്തമായിട്ട് ഞാൻ യൂസ് ചെയ്തു എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ നമ്മുടെ കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ, ദുബായ് ട്രിപ്പിന്റെ കോണ്ടസ്റ്റ് വന്ന സമയത്ത് അവിടെ പാസ്പോർട്ട് വേണം. അങ്ങനെ എനിക്കും ഹസ്ബൻഡിനും വേണ്ടിയിട്ടുള്ള പാസ്പോർട്ട് ഞാൻ എൻ്റെ ഫിജിക്കാട്ടിൽ നിന്ന് കിട്ടിയ പൈസയിൽ നിന്ന് വാങ്ങിച്ചത്. അതുപോലെ ഈ ഇടയിൽ NSSന്റെ ഒരു പ്രോഗ്രാം നടന്നിരുന്നു. അതിൽ ഓൺട്രപ്രണർഷിപ്പ് ഉള്ള വ്യക്തികളെ അവിടെ ആദരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ കൊഡാക് ലൈഫ് എന്നുള്ള നമ്മുടെ അലമേലും മാമിന്റെ കെയർ ഓഫിൽ ഒരു ബിസിനസിന്റെ പാർട്ടായിട്ട് അവിടെയും എന്നെ ആദരിക്കാനായിട്ട് ക്ഷണിച്ചിരുന്നു. അങ്ങനെ അവിടെയും പോയൊരു സ്പീച്ച് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായി. അതുപോലെ എനിക്കൊരു ഷോളൊക്കെ ഇട്ട് എന്നെ അംഗീകരിച്ചു. ഒരു സാധാരണ ഹൗസ് വൈഫിന് ഷോള് നമുക്ക് വാങ്ങാൻ കിട്ടുമായിരിക്കും, 200-500 ഒക്കെ കൊടുത്ത് വാങ്ങാൻ കിട്ടും. പക്ഷെ ഇന്നേ വരയ്ക്ക് ഈ 29 വർഷമാവണം മാരേജ് ആയിട്ട്. അതിനുശേഷം സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് ഒരു അവാർഡും എനിക്ക് കിട്ടിയിട്ടുമില്ല. അങ്ങനെ ഒരാളും വിളിച്ച് ഇങ്ങനെ ഒന്നും ഇത് ചെയ്തിട്ടില്ല, നമ്മളെ വന്ന് ആദരിക്കുണ്ടായിട്ടില്ല അല്ലെ. പക്ഷെ അത് ഫിജിക്കാട്ട് തന്നിട്ടുള്ള ഏറ്റവും വലിയൊരു കോൺഫിഡന്റ് ആണ്. അങ്ങനെ ഞാൻ ആ ബിസിനസ്സിനെ ഏറ്റെടുത്ത് മനസ്സുകൊണ്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ വന്നിട്ടുള്ള ഇങ്ങനെ ഒന്നും സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊക്കെ വേണം, ഒരിക്കലും ചെയ്തിട്ടില്ല.
ഫിജിക്കാട്ട് ഇഷ്ടപ്പെട്ട് ചെയ്തു. അംഗീകാരങ്ങൾ തന്നെ വരാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഹൗസ് വൈഫ് എന്നുള്ളതിന്ന് മാറി ഒരു ബിസിനസ് വുമണിന് വേണ്ടുന്ന ക്വാളിറ്റികളിലേക്ക് നീങ്ങാൻ എനിക്ക് ഫിജിക്കാട്ട് എന്നെ സഹായിച്ചു എന്നുള്ളതാണ്. അതിലാണ് എനിക്ക് ഈ അവാർഡുകൾ തന്ന് അവിടെ സ്പീച്ച് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന എന്തോ അതിലേക്ക് ദൈവം എത്തിക്കുന്നതാണ്. അന്ന് എനിക്ക് ഈ ഷോൾ ഇട്ടുതന്ന വ്യക്തി ആരാണെന്നറിയോ? ഒരു ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അവാർഡ് അതായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച ഒരു മേഖലയിൽ നിന്ന്, ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു മേഖലയിൽ നിന്ന് വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് കിട്ടിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും കോടികൾ കിട്ടിയിട്ടുള്ള ഒരു സന്തോഷം ആ നിമിഷം ഞാൻ കടന്നുപോയി എന്നുള്ളത്. ഇമോഷണൽ ആയിപ്പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ അത് കഴിഞ്ഞു. അതേപോലെ തന്നെ NSSന്റെ പ്രോഗ്രാമുകൾ നടക്കുന്ന സമയത്ത് 1000 പേരൊക്കെ ഉണ്ടാവും. എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അറിയാം. അവർ ആ പ്രോഗ്രാമിനൊക്കെ വരുന്നതാണ്. ആ പ്രോഗ്രാമിലെ പുരസ്കാരങ്ങൾ കൊടുക്കാനായിട്ട് സ്പീച്ച് ചെയ്യാനൊക്കെ എനിക്കുള്ള അവസരം തന്നപ്പോൾ കാലുകൾ പതറാതെ വാക്കുകൾ ഇടറാതെ പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഫിജിക്കാട്ടിൽ നിന്നിട്ടുള്ള കോൺഫിഡന്റ് ആണ്. ഒരു സാധാരണ വീട്ടമ്മമാർക്ക് ഒരു മൈക്ക് കൊടുത്ത് ഒരു 4 വാക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ തീർന്നു പോകുന്നവിടെ അങ്ങനെ കേറി നിന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയ ഒരു അവസരം എനിക്കത് ഏറ്റെടുക്കാൻ തന്നിട്ടുള്ള ധൈര്യം തന്നത് ഫിജിക്കാട്ട്ന്നാ. അപ്പൊ ഇവിടെ എല്ലാരും പറയില്ലേ ഫിജിക്കാട്ടിൽ വന്നിട്ട് ഒന്നും കിട്ടിയില്ലേ, അല്ലെങ്കിൽ ഫിജിക്കാട്ട് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തിരിച്ചറിയാം ഏത് സദസ്സിന്റെ മുമ്പിലും ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലെ വലിയൊരു വെളിച്ചമാണ് ഫിജിക്കാട്ട് തന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ തെറ്റുകൾ എപ്പോഴാണോ നമ്മൾ തിരിച്ചറിയുന്നത് അന്നായിരിക്കും നമ്മുടെ വിജയം ഉണ്ടാകുക. തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. അറിവുകൾ അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് പലരുടെയും പേടിയാണ്. എനിക്ക് അറിയണില്ല, എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ നിന്നെ പോലെ സംസാരിക്കാൻ അറിയില്ല. എനിക്ക് തുടക്കത്തിൽ വന്ന ഒരു ഭയങ്കരമായിട്ടുള്ള കമന്റ് ആണ്. എന്നെ നല്ലോണം ഹെർട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കാണിച്ചിട്ടില്ല. നിനക്ക് പറ്റും, നിന്നെ കൊണ്ട് സാധിക്കും. എന്നെ ഭയങ്കര പുഷാണ്. നിനക്ക് പറ്റും, നിനക്ക് പറ്റും, നിനക്ക് പറ്റും. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. ആരെയാണ് ആര് ഡൗൺ ചെയ്യുന്നത്? അല്ല, എല്ലാവർക്കും എല്ലാം പറ്റും. തീരുമാനം മാത്രമാണ് സാധിപ്പിക്കാനുള്ള കാരണമാകാന്നുള്ളത് മനസ്സിലാക്കാതെ എനിക്ക് ചിരിയും വരും, സങ്കടവും തോന്നും, അവരോട് സഹതാപവും തോന്നിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് അതുപോലെ നിങ്ങൾക്ക് അത് പറ്റും, നിന്നെ കൊണ്ട് സംസാരിക്കാൻ പറ്റും, എനിക്ക് പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ അതെനിക്ക് പെയിൻ ആയിരുന്നു. ഇതെന്താ ഇങ്ങനെ? എന്നെ കളിയാക്കുകയാണോ എന്ന് വരയ്ക്കും ഞാൻ ചിന്തിച്ച സമയമുണ്ട്. ഇതെന്താ ഇങ്ങനെ പറയണ എന്നുള്ളത്. പിന്നീട് ഒരു വാശിയായി. അതെ, എന്നെ കൊണ്ട് പറ്റും, ഞാൻ അത് പ്രൂവ് ചെയ്യും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഇറങ്ങി ഒരു നടത്തം നടന്നു. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഇതിൽ എന്താണോ എനിക്ക് അറിയാത്തത് അത് ഞാൻ ലീഡേഴ്സിന്റെ അടുത്ത് ഒരിക്കലും നമ്മൾ വന്നിട്ട് 2 വഴിയുണ്ട്. ഒന്നുകിൽ ഈ പറയുന്ന വാക്കുകൾ കേട്ടിട്ട് നമ്മൾ അവരെ പുറകെ പോവാം, അല്ലെങ്കിൽ നമ്മൾ എടുത്ത തീരുമാനം ഉറച്ചതാണ് എന്നുള്ളതും അതിലേക്ക് എന്തൊക്കെയാണോ അറിവുകൾ വേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യാന്നുള്ള കാര്യം മുമ്പിൽ വന്നു ചെയ്തു. ഇനി ഈ ബിസിനസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് വർക്ക് ചെയ്യാനുള്ള 2 കാരണമുണ്ട്. അതെനിക്ക് പറയാതെ പറ്റില്ല. അന്ന് അത് എനിക്ക് പെയിൻ ആയിരുന്നെങ്കിൽ ഇന്ന് അത് എനിക്ക് വലിയൊരു സക്സസ്സിലേക്കാണ് തന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ബിസിനസ് കെട്ടിയ സമയത്ത് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നോളജ് എനിക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല മൊബൈലിനെ കുറിച്ച്. അപ്പൊ പേടിയാ, ഓടിപ്പോയി. ഞാൻ പണ്ടത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷെ അത് മനസ്സിന്ന് ഒരിക്കലും കളയാൻ ആഗ്രഹിക്കുന്നില്ല. ചില ഒരു കുത്തലാണ് നമ്മളെ ജീവിതത്തിൽ ഉയർത്തുക. അപ്പൊ അത് ആ ചവിട്ടിയ പണി നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യം. അങ്ങനെ ഈ ബിസിനസിന്റെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളും അറിയാതായിട്ട് ഓടിപ്പോയി മോനോട് ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യേണ്ടത് എന്താന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മോൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഒന്നും കാണില്ല, അമ്മയ്ക്ക് പറ്റിയെങ്കിൽ ചെയ്യലും വിട്ടേക്കൂന്ന് പറഞ്ഞു. ഒരു ഷാർപ്പായിട്ടാണ് അത് പറഞ്ഞത്. എനിക്കത് ഭയങ്കര പെയിനായി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് വന്നു, റൂമിലേക്ക് വന്നു. ഒന്ന് പൊട്ടിക്കരഞ്ഞ നിമിഷം തന്നെ പറയാം. കാരണം നമ്മുടെ മക്കള് ചില വാക്കുകൾ പറയുകയോ പിടിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ആവൂലേ. അന്ന് അത് വിഷമിപ്പിച്ചു. പക്ഷെ എനിക്ക് 2 വഴികൾ എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഒന്നുകിൽ എനിക്ക് ഇവരെ ഒന്നും സഹായം കിട്ടില്ല, ഞാനിത് ഇട്ടേച്ച് പോവാം, അല്ലെങ്കിലോ ഞാൻ പഠിക്കും. അപ്പൊ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത എനിക്ക് കിട്ടിയ അറിവുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ഓരോ വ്യക്തികളും ഓരോ അമ്മമാരും ടീച്ചറും നഴ്സും ഡോക്ടറും ഒക്കെയാണ് അല്ലെ, നമ്മൾ കൊടുത്ത അറിവുകളിൽ നിന്നാണ് നമ്മുടെ മക്കൾ വളർന്നു വന്നിരിക്കുന്നത്. എത്ര അവർ ഉച്ചരിക്കുന്ന വാക്കുകൾ നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അല്ലെ. ക്ഷമ കാണിച്ചതോളം കുട്ടികൾ അത്രയൊന്നും ചിന്തിച്ചില്ല, ഓടിച്ചു വിട്ടു. അപ്പൊ ഭയങ്കര പെയിനായി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ അമ്മ ഞാൻ വേറെ ഒന്നിനല്ല പറഞ്ഞത്, ഞങ്ങൾ രണ്ടുപേരും ജോലിയായിട്ട് ഞങ്ങളുടെ ഭാഗത്തേക്ക് ഞങ്ങൾ പോകുമ്പോ അമ്മയ്ക്ക് ഇത് എങ്ങനെ അമ്മ ചെയ്യാം, അപ്പൊ അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, യാതൊരു നിർബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ എന്നെ ചിന്തിപ്പിച്ച നേരെ തിരിച്ചാണ്.
നാളെകൾക്ക് ഇനി ഞാൻ തോറ്റു പോകരുത്, വിഷമിക്കരുത്, ആരെയും കുറ്റപ്പെടുത്തും, ഞാൻ പഠിച്ചെടുക്കും. അത്യാവശ്യത്തിനുള്ള വിദ്യാഭ്യാസം കയ്യിലുണ്ട് അല്ലേ, എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയ അന്ന് എടുത്ത തീരുമാനമാണ് ഇതുവരയ്ക്കും എനിക്ക് ഫിജിക്കാട്ടിലുള്ള അറിവ് നേടാനുള്ള ഉത്തേജനമായിട്ടുള്ളതും. ഇന്ന് മോൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടും ആ ഒരു ക്യാൻവയൊക്കെ അടിച്ചിട്ടും ഇത് ഇതൊക്കെ സോളിഡ് ആയിട്ട് ചെയ്യണ കാണുമ്പോൾ അവർക്ക് ഭയങ്കര പ്രൗഡാണ്, അമ്മ ഇതെങ്ങനെ പഠിച്ചെടുത്തു എന്നുള്ളത്. അതിന്റെ അണല് കത്തിച്ചത് അവരാണെങ്കിലും നല്ലതിന് വേണ്ടിയിട്ടായിരുന്നു അല്ലേ. ചില വേദനകൾ അങ്ങനെയാണ് തരുന്നത്, ആദ്യമൊക്കെ അത് പെയിൻ ആണെങ്കിലും അതിനെ സ്വീറ്റ് ആക്കി മാറ്റാനുള്ള കഴിവ് നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാൻ പഠിക്കാന്നുള്ളത്. ഇപ്പൊ ഫിജിക്കാട്ടിൽ വന്ന സമയത്ത് എല്ലാരും പറയൂലേ എന്റെ ഹസ്ബൻഡ് സമ്മതിച്ചില്ല, മക്കള് സമ്മതിച്ചില്ല, അല്ലെ കുടുംബത്തിലുള്ളവർ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ ഇതേ അനുഭവങ്ങൾ എനിക്കും വന്നിരുന്നു. വന്ന സമയത്ത് കുറേ ഇങ്ങനെ എന്താ കളിയാക്കലൊക്കെ ഉണ്ട്, അതാ തുടങ്ങി, രാവിലെ തുടങ്ങി ഫിജിക്കാട്ട് എന്നുള്ളത് പറഞ്ഞു. ഇങ്ങനെയെല്ലാം കളിയാക്കലും കുറ്റപ്പെടുത്തലുകളൊക്കെ വന്നപ്പോഴും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറിയില്ല എന്നുള്ളതാണ്. കാത് കേൾക്കാത്ത പോലെ കാണാത്ത പോലെ ഞാൻ എടുത്ത കാര്യങ്ങൾ നിരന്തരം ഞാൻ എഴുതുകയും ചെയ്യുകയും ചെയ്തു. അപ്പൊ എൻ്റെ ഫസ്റ്റ് ട്രാവലിംഗ് ഞാൻ പറഞ്ഞു അല്ലേ, അപ്പൊ എന്നെ ഹസ്ബൻഡ് ഒന്ന് പുഷ് ചെയ്യാ പറയില്ലേ, അത് ഇൻഡയറക്ട്ലി ചെയ്താന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്. അതായത് ആ ടിക്കറ്റ് 18-ാം തീയതി അവിടുത്തെ പ്രോഗ്രാമിന് എത്തണമെങ്കിൽ 16-ാം തീയതി ആകുമ്പോഴേക്കും നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എനിക്ക് പോയിന്റുകൾ കംപ്ലീറ്റ് ആയിട്ടില്ല, ഒരു ഏകദേശം 300 പോയിന്റോളം വേണം. ഞാനത് സെയിൽ വോളിയം കിട്ടിയാൽ മാത്രമേ ആ ഫസ്റ്റ് റാങ്ക് അച്ചീവ് ആകാൻ പോകുന്നുള്ളൂ, കോൺടെസ്റ്റിൽ നമുക്ക് അവിടെ പങ്കെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡിന്റെ അടുത്ത് പറയാം എനിക്ക് പോണം പറഞ്ഞപ്പോ ടിക്കറ്റ് ബുക്ക് ചെയ്യൂന്ന് പറയുന്ന സമയത്തൊക്കെ എന്നോട് പറയും ആദ്യം നീ അച്ചീവ് ചെയ്യ് എന്നിട്ടല്ലേ, അലക്ഷ്യപ്പെടുത്തിയിട്ട് പറയുക പറയില്ലേ, ആദ്യം അത് 300 റാങ്ക് എത്ര വേണം പോയിന്റ്, ഇത് എങ്ങനെ എടുക്കാം എന്ന് പറയുമ്പോ ഉള്ളു കരയാ പറയില്ലേ, എനിക്കത് എടുക്കണം, എന്നെ തളർത്തരുത്. അപ്പൊ എനിക്കൊരു വാശി അങ്ങോട്ട് കയറി, ഇല്ല ഞാനിത് ചെയ്യുന്നുള്ളത്. 15-ാം തീയതി രാവിലെ തന്നെ ഞാൻ എൻ്റെ ആ ഒരു കോൺടെസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് കംപ്ലീറ്റ് ചെയ്തു, കൊണ്ടുപോയി കാണിച്ചു, ഇതാ പോയിന്റ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം